ഗുഡ് മോർണിംഗ് ഫ്രം ലിവർപൂൾ എന്നാണ് ആ വീഡിയോയിൽ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പക്ഷേ വോയിസ് തീരില്ല, വോളിയം തീരില്ല. അതുകൊണ്ട് ഞാൻ വിചാരിച്ചു എന്നാൽ വോയിസ് ഓവർ ചെയ്യാന്ന്. അപ്പോൾ ഗുഡ് മോർണിംഗ് ഫ്രം ലിവർപൂൾ. ഞങ്ങൾ ഫ്രൈഡേ നൈറ്റ് ഒരു 8 ഒക്കെ ആയപ്പോൾ ഇറങ്ങി. ഇവിടെ നോർത്ത് ആംപ്ടണിൽ നിന്ന് ശരിക്കും ഓൾമോസ്റ്റ് 3 hours. നമ്മളൊരു നൈറ്റ് ഒരു 10:50 ഒക്കെ ആയപ്പോൾ നമ്മളിവിടെ എത്തി. ഇവിടെ എൻ്റെ കൂടെ പഠിച്ച ഫ്രണ്ട്സും അവരുടെ കസിൻസും പിന്നെ ഹസ്ബൻഡിൻ്റെ കസിൻ ബ്രദറും ഉണ്ട്. അപ്പോൾ ഹസ്ബൻഡിൻ്റെ കസിൻ ബ്രദർ ഇവിടെ പഠിക്കുകയാണ്. അപ്പോൾ അങ്ങനെ നമ്മളിവിടെ എത്തിയപ്പോൾ നൈറ്റ് ആയതുകൊണ്ട് ബിരിയാണി ഉണ്ടായിരുന്നു. അവർ പറഞ്ഞത് തട്ടിക്കൂട്ട് ബിരിയാണി എന്നൊക്കെയാണ്, പക്ഷേ അത് അടിപൊളി ബിരിയാണി ആയിരുന്നു കേട്ടോ. അത് കഴിഞ്ഞ് പിറ്റേ ദിവസത്തെ ഉച്ചത്തെ ഫുഡിൻ്റെ കാര്യമാണ് ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. രാവിലെ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടായിരുന്നു, അതൊക്കെ കഴിച്ച് ഉച്ചയ്ക്ക് സാമ്പാറും, നല്ല അടിപൊളി സാമ്പാറും, നവാസ്ഖാൻ്റെ അടിപൊളി സാമ്പാറെന്ന് തന്നെ പറയണം എന്ന് പറഞ്ഞിട്ടുണ്ട്. അതാണ് നവാസ്കയും റോമിയും റുമൈസ. അങ്ങനെ സാമ്പാറും ക്യാബേജ് തോരനും മീൻ വറുത്തതും പപ്പടവും പിന്നെ ചളാസും, അങ്ങനെ തന്നെയല്ലേ പറയാം, തൈരും. അപ്പോൾ അതൊക്കെ കൂട്ടി ഒരു പിടി പിടിച്ചു ഉച്ചയ്ക്ക് തന്നെ. എന്നിട്ട് ഞങ്ങൾ പുറത്തിറങ്ങാം എന്നുള്ളതായിരുന്നു പ്ലാന്. പക്ഷേ കുറച്ച് ലേറ്റ് ആയിട്ടോ ഉച്ച എന്നുള്ളത്. നമ്മളിപ്പോൾ ഭക്ഷണം കഴിക്കുമ്പോൾ ഓൾമോസ്റ്റ് ഒരു 3:30 ഒക്കെ ആയി. ആ സമയമായപ്പോഴാണ് നമ്മൾ ഭക്ഷണം കഴിച്ചത്. എന്തായാലും ഭക്ഷണം കഴിച്ച് നമ്മൾ പുറത്തേക്ക് ഇറങ്ങി. Hello from Liverpool Town Centre. 24/7 ഓണാണ് കേട്ടോ സിറ്റി സെൻറ്റർ. ശരിക്കും വീക്കെൻഡും കൂടെ ആയതുകൊണ്ട് നല്ല തിരക്കും ഉണ്ടായിരുന്നു. നൈറ്റ് ലൈഫൊക്കെ ഒരുപാട് എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു സ്ഥലമാണ്. കമ്പാരിറ്റീവ്ലി നോർത്ത് ആംപ്ടനെ അപേക്ഷിച്ച് നോർത്ത് ആംപ്ടൺ ഒരു 6 ആകുമ്പോഴേക്കും ഷോപ്പും ക്ലോസ് ചെയ്ത് പിന്നെ ആരെങ്കിലുമൊക്കെ ഉണ്ടാവും അവിടെ ഇവിടെയൊക്കെ ഇരിക്കുന്ന ആളുകൾ, അത്രയേ ഉള്ളൂ. കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോൾ വിചാരിച്ചാണ് ചുരിയോസ് വാങ്ങി കഴിക്കണമെന്ന്. പക്ഷേ ഇപ്രാവശ്യം ചുരിയോസ് കിട്ടിയില്ല, പക്ഷേ സിനമൺ സ്റ്റിക്ക് കിട്ടി. അങ്ങനെ അത് അഡ്ജസ്റ്റ് ചെയ്തു. ശരിക്കും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നൈറ്റ് ലൈഫൊക്കെ ശരിക്കും എൻജോയ് ചെയ്യണം എന്നുള്ളവർക്ക് പറ്റിയൊരു സിറ്റിയാണ് കേട്ടോ ഇത്. ഒരുപാട് പബ്ബും പാർട്ടിയും കാര്യം ഏർലി മോർണിംഗ് വരെ ഫുൾ ഓണായിരിക്കും. സാറ്റർഡേ സൺഡേ ഫുള്ള് ബഹളമാണ്. എനിക്ക് തോന്നുന്നു ഫ്രൈഡേ ഈവും സാറ്റർഡേയും ആണ് ഇവിടെ ഫുൾ ഓൺ പവറിൽ. കാരണം സൺഡേ ആകുമ്പോൾ എല്ലാവരും മൺഡേയിലേക്കുള്ള തയ്യാറെടുപ്പിലായിരിക്കും, ജോബ് അങ്ങനെ കാര്യങ്ങളൊക്കെ ആയിട്ട്. ഇയാളുടെ മെയിൻ ലക്ഷ്യം ഇത് തന്നെയായിരുന്നു കേട്ടോ. ടൗൺ സെൻറ്ററിൽ ഇറങ്ങിയപ്പം ലാസ്റ്റ് ടൈം വന്നപ്പം നല്ലപോലെ കയറിയത് ഓർമ്മയുണ്ട്. അപ്പോൾ ഇത് കണ്ടതേ പറഞ്ഞു എനിക്കതിൽ കയറണം. അങ്ങനെ ഞങ്ങൾ അവിടെ കറങ്ങിയതിന് ശേഷം വന്നപ്പോൾ അവളെ ഇതിൽ കയറ്റി. എനിക്ക് തോന്നുന്നു 5 pound. ഇതിൽ പല പല വീഡിയോസാണ്, സ്കെയറി ആയിട്ടുള്ളതും ഉണ്ട്. പക്ഷേ അവൾ മെർമെയ്ഡിൻ്റെ അങ്ങനത്തെയൊക്കെയാണ് ഇരുന്ന് കാണുന്നത്. പുള്ളിക്കാരത്തേക്ക് ഭയങ്കര എൻജോയ് ചെയ്തിരുന്ന് കണ്ടു അത്. നമ്മുടെ ഫ്രണ്ടിൻ്റെ ഹസ്ബൻഡ് വർക്ക് ചെയ്യുന്ന ഷോപ്പിലും പോയിരുന്നു കേട്ടോ നമ്മൾ. അപ്പം അവിടെയുള്ള കുറേ ഗിഫ്റ്റ് ഐറ്റംസാണ് സംഭവം. ശരിക്ക് ലണ്ടൻ്റെ ഓരോ കാര്യങ്ങളാണ്. ലണ്ടൻ ഡബിൾ ഡെക്കർ ബസ്സും പിന്നെ അതുപോലെ ആ ടെലിഫോണിൻ്റെ ബൂത്തും ഒക്കെ നല്ല ഭംഗിയുണ്ട്. ക്യൂട്ടായിട്ട് ചെറിയ സ്മോൾ തിങ്സ്, അങ്ങനെ ഒരുപാട് സാധനങ്ങളുണ്ട് കേട്ടോ ഇവിടെ. കുറച്ച് വെറൈറ്റി ഓഫ് തിങ്സ്. ഇത് ഒരു ഷോപ്പും ഫുള്ളി ഇങ്ങനെ ഗിഫ്റ്റ് ഐറ്റംസ് ആണ് കേട്ടോ. പല ഡിഫറെൻറ്റ് കൈൻഡ് ഓഫ് സാധനങ്ങൾ, കപ്പ്, അതുപോലെ ലണ്ടൻ UK-നെ റെപ്രസെൻ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ ഇംഗ്ലണ്ടിനെ റെപ്രസെൻ്റ് ചെയ്യുന്ന ഒരുപാട് സാധനങ്ങൾ. അതിൻ്റെ ഇടയിൽ ഞാനിവിടെ ഇന്ത്യ കണ്ടുപിടിക്കുമായിരുന്നു, എവിടെയാണ് ഇന്ത്യ എന്നുള്ളത്. ഇന്ത്യൻ ഓഷനൊക്കെ കണ്ട് ഞാൻ അവിടുന്ന് അങ്ങനെ ഞങ്ങൾ മെല്ലെ ഇറങ്ങി. തിരിച്ച് നമ്മൾ വീട്ടിലേക്ക് തന്നെ പോകാൻ കേട്ടോ. വീട്ടിൽ പോയിട്ട് വേണം വസീമിൻ്റെ അടുത്തേക്ക് പോകാൻ. വസീം അവിടുന്ന് ഒരു 40 minutes ഡ്രൈവേ ഉള്ളൂ കേട്ടോ. അങ്ങനെ വസീം ആരാന്ന് വെച്ചാൽ എൻ്റെ കസിൻ ബ്രദറാണ്. ലാസ്റ്റ് ടൈം നമ്മൾ ലിവർപൂൾ വന്നപ്പോൾ വസീമിൻ്റെ അടുത്തായിരുന്നു. ഒരു 4-5 ദിവസം നിന്നിട്ടാണ് പോയത്. അപ്പോൾ ഇപ്രാവശ്യം നമ്മൾ നമ്മുടെ ഫ്രണ്ട്സിൻ്റെ അടുത്താണ് നിന്നത്. ശരിക്കും അവരുടെ അടുത്ത് നിന്ന് ഒരു 14 minute ഡ്രൈവേ ഉള്ളൂ കേട്ടോ. അങ്ങനെ നമ്മൾ അവിടെ എത്തിയപ്പം ഇവിടെ ഇവരുടെ പരിപാടി ഗ്രില്ലും കാര്യങ്ങളൊക്കെ സെറ്റാക്കിയിരിക്കുകയാണ്. അപ്പോൾ ഇന്ന് നമുക്ക് ഗ്രില്ലും പൊറോട്ടയും അടിപൊളി ചിക്കൻ കറി ഒക്കെ ആയിരുന്നു അവിടെ ചെന്നപ്പോൾ കിട്ടിയത്. പുറത്ത് ചെറിയൊരു തണുപ്പുണ്ടായിരുന്നു. ആ തീൻ്റെ ഒരു ചൂടൊക്കെ കൊണ്ട് അവിടെ ഇങ്ങനെ ഇരിക്കാൻ സുഖം ഉണ്ടായിരുന്നു. പിന്നെ ഇവരുടെ ഗിറ്റാറും ഇവരുടെ പാട്ടും ഒക്കെ ആയപ്പം അടിപൊളിയായി. പക്ഷേ നമുക്ക് കുറേ നേരമൊന്നും അവിടെ ഇരിക്കാൻ കഴിഞ്ഞില്ല കേട്ടോ. കാരണം നമുക്ക് തിരിച്ചിങ്ങോട്ട് ഫ്രണ്ട്സിൻ്റെ അടുത്തേക്ക് തന്നെ വരണമായിരുന്നു. ഹലോ
മറ്റേ ഞാൻ നെയ്യ് വയ്ക്കുന്നതുകൊണ്ട് ഇടക്കിടക്ക് വയ്ക്കുന്നത് മതി നിർത്തുന്നില്ല. ആ സൈഡ് കത്തിയില്ല. ഈ വീഡിയോ നമ്മൾ ക്യാമ്പ് ഫയർ ആക്കും. ഗ്രില്ലിലേക്ക് ചിക്കൻ എടുത്ത് വെച്ചപ്പോൾ എല്ലാവരും കൂടെ എന്നൊരു ഒച്ച ഉണ്ടാക്കി. അതിൻ്റെ ചിരിയും ബഹളമാണ് അവിടെ കേട്ടത്. ദോശയല്ല ഇവിടെ വെക്കുന്നത്, ഗ്രില്ലിലേക്ക് വെക്കുന്നത് എന്നാണ് ഷെഫിൻ്റെ കമൻറ്റ്. അപ്പം അതിൻ്റെ ചെറിയൊരു ചിരിയും തമാശയൊക്കെയാണ് അവിടെ കേട്ടത്. അപ്പോൾ അത് ആ ഗ്രില്ലിലേക്ക് നമ്മൾ നല്ല മാറിനേറ്റ് ചെയ്ത് വെച്ച് ഷെഫിൻ്റെ സ്പെഷ്യൽ അൽഫാമാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. എന്താ ദോഷം പറയാൻ പാടില്ലല്ലോ, അൽഫാം കൊള്ളായിരുന്നു. നാട്ടിലെ അതേ ടേസ്റ്റ് കിട്ടി. നമ്മളിവിടെ വന്നിട്ട് നാട്ടിലെ അതേ ടേസ്റ്റിൽ അൽഫാമൊന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അവിടെ വരുമ്പോൾ വസീം എപ്പോഴും പറയുന്നത് ഞങ്ങൾക്കൊരു ഷെഫുണ്ട് എന്ന്. പക്ഷേ ഷെഫിന് ഇത്ര കഴിവുണ്ടെന്ന് വിചാരിച്ചില്ല. അത് ആ ഓറഞ്ച് ടീഷർട്ട് ഇട്ട ആളാണ് ഷെഫ്. അപ്പോൾ ഷെഫ് എന്തായാലും അടിപൊളിയായിട്ട് വേഗം വിത്തിൻ കുറച്ച് മിനിറ്റ് കൊണ്ട് നമുക്ക് നല്ല അടിപൊളി ചിക്കൻ കറിയും പൊറോട്ടയും അൽഫാമും നാനൊക്കെ റെഡിയാക്കി തന്നു. സംഭവം അടിപൊളിയായിരുന്നു കേട്ടോ, നല്ല അടിപൊളിയായിട്ട് കഴിച്ചു. അങ്ങനെ അവരുടെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ പറഞ്ഞ് എല്ലാവരുമായിട്ട് സംസാരിച്ച് നിന്ന് നമ്മൾ നല്ലപോലെ ഫുഡൊക്കെ കഴിച്ചു. വേറെ നിറച്ച് ഫുഡ് കഴിച്ചു കേട്ടോ. ഫുഡൊക്കെ കഴിച്ചിട്ടാണ് നമ്മൾ അവിടെ നിന്ന് പിന്നെ പോകുന്നത്. സംസാരിച്ചിരുന്നാൽ ഇതേ ഇരിപ്പ് നാളെ രാവിലെ വരെ ഇരിക്കും. പക്ഷേ നാളെ നമുക്ക് ലേക്ക് ഡിസ്ട്രിക്റ്റ് പോകേണ്ടതുകൊണ്ട് തന്നെ കുറച്ച് നേരത്തെ പോയി കിടന്നുറങ്ങണം. ഇപ്പോഴേ 12 മണിയായി. ഇപ്പം കിടന്നാലേ നാളെ ഒരു 10 മണിക്കെങ്കിലും പോവുള്ളൂ. അപ്പോൾ അങ്ങനെ എല്ലാവരും ഹാപ്പിയാണ്, വസീം ഹാപ്പിയാണ്, ഞങ്ങളും ഹാപ്പിയാണ്. പോകാൻ ഇറങ്ങിയപ്പോൾ രോഹിത്തിനെയും കൂടെ കണ്ട് ബൈ ബൈ പറഞ്ഞ് ഇറങ്ങി. അപ്പോൾ ലേക്ക് ഡിസ്ട്രിക്റ്റിൻ്റെ വിശേഷങ്ങളുമായിട്ട് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ബൈ.